ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നാഗർകോവിൽ ഡിസ്ട്രിക്റ്റിലെ ഗണപതിപുരം എന്ന സ്ഥലത്തുള്ള ലെമോർ ബീച്ച് കാണാനായിട്ട് ഞങ്ങൾ പോയതാണ്. ഞങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം ഒരു 4:35 ടൈം അവിടെ എത്തണം എന്നായിരുന്നു. പക്ഷേ എല്ലാം മാറി മറിഞ്ഞു പോയി ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടില്ല. ബട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വഴി അറിയായിരിക്കും. കാരണം അഴകിയ മണ്ഡപത്തിൽ നിന്ന് റൈറ്റ് കെട്ടിയത് എരണിയിൽ എത്തിയിട്ട് എരണിയിൽ നിന്ന് കുറച്ചകത്തേക്കുള്ളതാണ് ഈ സ്ഥലം. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിച്ച് പൊളിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ലേറ്റായി എന്ന് മനസ്സിലായത്. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നത് അനീഷാണ്. അനീഷ് സുരേഷ് ഏട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോകുന്നതിന് നല്ല വേഗത്തിൽ തന്നെ അവ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഗൂഗിൾ മാപ്പ് നമ്മൾ എരണിയിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളിലേക്കുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് വളവ് തിരിഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര കൺജസ്റ്റഡ് ആയ റോഡിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കൺജസ്റ്റഡ് റോഡിൽ കൂടെയൊക്കെയാണ് അവിടെ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നി, ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ബീച്ചൊക്കെ വരുമോ എന്നൊക്കെ. ബട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ഗോവൻ ക്ലൈമറ്റ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കാണുന്നുണ്ടല്ലോ, ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 6:15 6:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. 6:30 ടൈം ആയപ്പോൾ തന്നെ അവിടെ നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. ഇപ്പം നന്നായിട്ട് വേഗത്തിൽ ഇരുട്ടാൻ തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കാർ പാർക്കിങ്ങിന് മാത്രം ഒരു 50 റുപ്പീസ് ചാർജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ചാർജസ് ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ഇതേമാതിരിയാണ് എൻട്രൻസ് വരുന്നത്. നമുക്ക് ദൂരോട്ടൊന്നും ബീച്ച് കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പോയ വഴിക്കൊന്നും ബീച്ച് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും മാത്രമേ ബീച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ഒരു അമ്പലം, അതായത് കാണുന്നതാണ് അമ്പലം. ആ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് ബീച്ച് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാനും സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസ് പറഞ്ഞത് ഭയങ്കര ആ ടൈഡ് ഭയങ്കര സ്ട്രോങ് ടൈഡ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങുന്ന അത്ര സേഫ് അല്ല, അത്രയ്ക്ക് സേഫായിട്ടുള്ള ബീച്ചല്ല അത്. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ട്രോമാസ് ഒക്കെ വന്നിട്ടുള്ളൊരു സ്ഥലമാണത്. അതുകൊണ്ട് ഇറങ്ങണ്ട, കുഞ്ഞുള്ളതല്ലേ, രാത്രിയായില്ലേ, അതുകൊണ്ട് ഇറങ്ങണം. അവിടെ ആരും ഇറങ്ങിയിട്ടുമില്ലായിരുന്നു. ആരെങ്കിലും ഒരു ഫാമിലി എങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനെങ്കിലും തോന്നിയേനെ. ബട്ട് ആരും ഇറങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്ന കുറച്ച് പേര് അങ്ങോട്ട് അവിടെ തന്നെയാണ് നടക്കുകയും ഒക്കെ ചെയ്തില്ല. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ്. എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ വരുന്നെങ്കിൽ 5:30 മുന്നേ വരണം എന്ന് പറയാനാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ മണ്ണ് കണ്ടാൽ അമ്പാടിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അമ്പാടി മണ്ണിൽ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് മരിച്ചീനിയും മീനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ 100 റുപ്പീസിനുള്ളതൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെയും ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പതുക്കെയാണ് വന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഒരു 10 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അപ്പോൾ വിചാരിക്കും, ഈ രാത്രി തമിഴ്നാട് ബിരിയാണി ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. ബട്ട് ഞാൻ എപ്പോഴും മാർത്താനം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലും തമിഴ്നാട് ബിരിയാണി ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് തമിഴ്നാട് ബിരിയാണി. നമ്മുടെ നാട്ടിലും കിട്ടാറുണ്ട്. ബട്ട് അവിടെ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൺഡേയിലെ ട്രാവലൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊരു റിഫ്രഷിംഗ് ആയിട്ട് മൺഡേ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ തിരിച്ചെത്തി. ഓക്കെ, ബൈ.